നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. താളത്തിനൊത്ത് വഞ്ചിപ്പാട്ടുപാടി മുത്തുക്കുട ചൂടി സർവാഭരണ വിഭൂഷിതരായി ഭക്തിലഹരിയിൽ ജലഘോഷയാത്ര. മിന്നൽ പിണർക്കണക്കെ ഫോട്ടോ ഫിനിഷിംഗിലെത്തിയ മത്സരങ്ങൾ. ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ വിജയം കൊയ്തത് കോയിപ്രം, കൊറ്റാത്തൂർ, കൈതക്കോടി, പള്ളിയോടങ്ങൾ. കൈക്കരുത്തും മെയ്വഴക്കവും തുഴവേഗവും കൊണ്ട് കരകളുടെ കരയാകാൻ ഒടുങ്ങാത്ത ആവേശവുമായി മത്സര വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കാണികൾക്ക് അത്യപൂർവ ദൃശ്യാനുഭവമായി മാറി. എ ബാച്ചിൽ ഇടനാട്, ഇടപ്പാവൂർ, പേരൂർ, പള്ളിയോടങ്ങൾ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയപ്പോൾ ബി ബാച്ചിൽ തോട്ടപ്പുഴശ്ശേരി, ഇടക്കുളം, പള്ളിയോടങ്ങൾ 2-3 സ്ഥാനത്തെത്തി. ലൂസേഴ്സ് ഫൈനലിൽ എ ബാച്ചിൽ കിഴക്കൻ ഓതറ, കുന്നേക്കാട്, ചിറയിറമ്പ്, കീഴുകര എന്നീ പള്ളിയോടങ്ങൾക്കാണ് 2-3 സ്ഥാനങ്ങൾ. ബി ബാച്ചിൽ മേപ്രം, തൈമറവുംകര, വൻമഴി, ചെന്നിത്തല പള്ളിയോടങ്ങൾ 1-2-3 സ്ഥാനത്തെത്തി. ആടയാഭരണങ്ങൾ, പാട്ട് എന്നിവ വിലയിരുത്തി നൽകുന്ന ആർ ശങ്കർ ട്രോഫി പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടത്തിന് ലഭിച്ചു. ചമയത്തിനുള്ള സമ്മാനം മാരാമണ്ണും കടപ്രയും യഥാക്രമം എ ബി ബാച്ചുകളായി കരസ്ഥമാക്കി. ഏറ്റവും നന്നായി പാടിത്തുഴഞ്ഞെത്തിയ പള്ളിയോടങ്ങൾക്കുള്ള സമ്മാനം എ ബാച്ചിൽ ചെറുകോലിനും ബി ബാച്ചിൽ കീക്കോഴൂർ വയലത്തലയ്ക്കും ലഭിച്ചു. മഴ മാറി മാനം തെളിഞ്ഞു വസന്തകാല വസ്ത്രമണിഞ്ഞ് മനോഹരമായി മാറിയ പമ്പയിൽ ബുധനാഴ്ച പകൽ 1:30 ചരിത്ര പ്രസിദ്ധമായ ഉത്രട്ടാതി ജലോത്സവം നടന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ജലോത്സവ ഉത്ഭവത്തിന് പിന്നിലുള്ളത്. ഭഗവാൻ വള്ളങ്ങളിൽ പള്ളി കൊള്ളുന്നു എന്ന വിശ്വാസം കൊണ്ടാണ് ആറന്മുള ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്ന് വിളിക്കാൻ കാരണം. ഈ ജലമാർഗത്തിന് 2 ഘട്ടങ്ങളുണ്ട്. 1 ഭക്തിരസപ്രധാനമായ ജലഘോഷയാത്ര, 2 മത്സര വള്ളംകളി. ജലഘോഷയാത്ര സത്രക്കടവിൽ നിന്ന് കിഴക്കോട്ട് നിക്ഷേപമാലിയിലേക്ക് ഒഴുക്കിനെതിരെയും മത്സരം തിരിച്ചുമാണ് നടക്കുന്നത്. സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. എ ബാച്ചിലെ 33 പള്ളിയോടങ്ങളാണ് ഘോഷയാത്രയിൽ ആദ്യം 9 ബാച്ചുകളായി തുഴഞ്ഞു നീങ്ങിയത്. ബി ബാച്ചിലെ 17 പള്ളിയോടങ്ങൾ 5 സംഘങ്ങളായി തൊട്ടു പിന്നാലെ ഭക്ത്യാദരപൂർവ്വം തുഴയെറിഞ്ഞു. തുടർന്നായിരുന്നു മത്സര വള്ളംകളി നടന്നത്. ഞങ്ങളുടെ പിള്ളേരെ ഇത്ര സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ കോയിപ്പുറ എന്ന കരയിലെ ഞങ്ങളുടെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും എല്ലാവർക്കും ഞങ്ങളുടെ പേരിലുള്ള നന്ദി അർപ്പിച്ച്, ഞങ്ങളുടെ ഈ വിജയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കരയുടെ വിജയമാണ്, ഞങ്ങളുടെ ഈ പിള്ളേരുടെ വിജയമാണ്. ഞങ്ങൾ ഒരു കൂലിക്കാരെ പോലും തുല്ലാതെ ഞങ്ങൾ സ്വന്തം ഇവിടെ ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നത് കൂലിത്തൊഴിൽക്കാരെ വെച്ചാണ് ഇവിടെ ഓരോ വള്ളങ്ങൾ ജയിച്ചുകൊണ്ടിരുന്നത്. ഈ വർഷം കൂലിത്തൊഴിൽക്കാരില്ലാതെ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ മാത്രം തുഴഞ്ഞ് എടുത്തൊരു ട്രോഫിയാണിത്. ഇത് ഞങ്ങളുടെ നാടിന്, ഞങ്ങളുടെ നെല്ലിക്കലമ്മയും തിരുവാർമുളയപ്പനുമായിട്ട് ഞങ്ങളുടെ നാടിന് തന്നൊരു വിജയം. ന്യൂസ് ബ്യൂറോ, ആറന്മുള.